ചുഴലിക്കാറ്റ് അനുബന്ധ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ നടത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ സേനയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ സേനയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കളക്ടറേറ്റിന്റെ കെട്ടിടം തകർന്നു വീഴുന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതായും സങ്കല്പിച്ച് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 11 മണിയോടെ അപായ സൈറൺ മുഴങ്ങി. ആദ്യം കുതിച്ചെത്തിയ ഫയർഫോഴ്സ് ടീമിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും തുടർന്നെത്തിയ ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റവർക്കുള്ള പരിചരണവും അതിവേഗത്തിൽ നടന്നു. തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതായും കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ കോൺക്രീറ്റ് കട്ട് ചെയ്ത് NDRF രക്ഷപ്പെടുത്തുന്നതായും മുകൾ ഭാഗത്ത് കുടുങ്ങിയവരെയും അബോധാവസ്ഥയിലായവരെയും കൊച്ചുകുഞ്ഞിനെയും റോപ്പ് റെസ്ക്യൂവിലൂടെ പുറത്തെത്തിക്കുന്നതുമായുള്ള നടപടികൾ മോക്ക് ഡ്രില്ലിൽ പൂർത്തിയാക്കി. 30 NDRF അംഗങ്ങൾ, 2 ആംബുലൻസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യവകുപ്പിന്റെ ടീം, റവന്യൂ വിഭാഗം, KICB, BSNL, RTO തുടങ്ങിയ സർക്കാർ വകുപ്പുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. ദുരന്ത നിവാരണം റെസ്പോൺസിബിൾ ഓഫീസർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ മേൽനോട്ടത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. NDRF ഡെപ്യൂട്ടി കമാൻഡന്റ് വൈദ്യലിംഗം, NDRF ടീം കമാൻഡർ പ്രശാന്ത് ജി ചിനത്ത് എന്നിവർ NDRF സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളും മോക്ക് ഡ്രിൽ നടപടികളും നിയന്ത്രിച്ചു. ഇൻസിഡന്റ് കമാൻഡർ അമ്പലപ്പുഴ തഹസീൽദാർ S അൻവർ, ജില്ലാ ഫയർ ഓഫീസർ പ്രതാപചന്ദ്രൻ, DYSP മധുബാബു, സൗത്ത് പോലീസ് സ്റ്റേഷൻ CI റജി രാജ്, ഡോക്ടർമാരായ ഡോക്ടർ സെൻ, ഡോക്ടർ അനീഷ് DM, പ്ലാൻ കോർഡിനേറ്റർ S രാഹുൽ കുമാർ, ഹസാഡ് അനലിസ്റ്റ് ചിന്തു, ജൂനിയർ സൂപ്രണ്ട് സുധീഷ് കുമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.